ക്ലാസ്സായി എത്ര ദിവസം ക്ലാസ്? 9. എത്ര ദിവസം ക്ലാസ്സായി? 8 ദിവസം ക്ലാസ്സായി. അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് 10ാമത്തെ ദിവസം മുതൽ നിങ്ങൾ തനിച്ച് കാർ ഓടിക്കും. 10ാമത്തെ ദിവസം മുതൽ തനിച്ച് കാർ ഓടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആയിട്ടുണ്ടോ? അപ്പോൾ അത് ആയിട്ടുണ്ടോ എന്ന് ഇന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഇന്ന് കാർ ഓടിക്കാൻ നിങ്ങൾ പറയണം, സാർ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആദ്യം നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതായത് ബ്രേക്ക് ചവിട്ടി വയ്ക്കണം. ചില കുട്ടികൾ ബ്രേക്കിൻ്റെ പുറത്ത് കാല് വയ്ക്കുകയേ ഉള്ളൂ. ബ്രേക്ക് ചവിട്ടി വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടണം. എന്നിട്ട് ന്യൂട്രലാക്കണം. ന്യൂട്രലാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഗിയറിൽ കിടക്കുകയാണ്, ന്യൂട്രലാക്കണം. ന്യൂട്രലാണെന്ന് അറിയുന്നത് ഒരു ഗിയർ മുൻപിലോട്ടും ഒരു ഗിയർ പുറകിലോട്ടും ന്യൂട്രൽ, വീണ്ടും ഒരു ഗിയറുടെ പുറകിലോട്ട് ഫോർത്ത്, വീണ്ടും ഒന്നുകൂടെ മുമ്പോട്ട് ന്യൂട്രൽ. അങ്ങനെ മുൻപിലും പുറകിലും ഓരോ ഗിയറിട്ട് ന്യൂട്രലാണെന്ന് ഉറപ്പാക്കിയിട്ട് ഏതെന്ന് കാലെടുക്കണം, ക്ലച്ചെന്ന് കാലെടുക്കണം. എന്നിട്ട് ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്യണം. ആ സമയം തന്നെ കാല് ആക്സിലേറ്ററിൽ വേണം. അത് കഴിഞ്ഞാൽ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടായിട്ടേ കൈവിടാൻ പാടുള്ളൂ. ചില കുട്ടികൾ ഇങ്ങനെ അടിച്ച് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ വീണ്ടും വെച്ച് അടിക്കരുത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ എൻജിൻ കറങ്ങി നിന്നിട്ടേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയാലുടൻ വണ്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഏത് ഗിയർ ഇടണം? ഫസ്റ്റ് ഗിയർ. ഇടത്തോട്ട് തള്ളി പിടിച്ച് വച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ ഇടണം. ചില കുട്ടികൾ ഇടത്തോട്ട് തള്ളി പിടിച്ച് ഗിയർ ഇടാൻ നേരത്ത് കൈ ലൂസാക്കും. അപ്പോൾ ഫസ്റ്റ് ഗിയറിന് പകരം ഏത് ഗിയറായി പോകും? തേർഡ്. അപ്പോൾ ഇടത്തോട്ട് തള്ളി പിടിച്ച് ഫസ്റ്റ് ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ടാലുടൻ ഏത് റിട്ടേൺ ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തുടൻ ക്ലച്ചിനെ നമ്മൾ ഉയർത്തണം. ഏതുവരെ? പകുതി വരെ. വെരി കെയർ. പകുതി വരെ ഉയർത്തി പകുതി എത്തുമ്പോൾ തന്നെ എന്ത് സ്റ്റേബിൾ ആക്കണം? ആക്സിലറേറ്റർ. അതാണ് എൻജിൻ്റെ പവർ. അപ്പോൾ ആക്സിലറേറ്റർ കൊടുത്തു വച്ചിട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ തൊട്ട് താഴെ ശകരം കൂടെ ക്ലച്ച് എടുക്കുന്നു. വണ്ടി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടും. ഇതാണ് നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗതയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി. ഇത് നിങ്ങളെ 4ാമത്തെ ദിവസം പഠിപ്പിച്ചതാണ്. അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ റിസൾട്ട് നിങ്ങളിൽ വന്നാലേ നിങ്ങൾക്ക് തനിച്ച് കാർ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വേഗതയിൽ ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ കാറിലിരുന്ന് തന്നെ ചെയ്യേണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്താൽ മതി. ഞാൻ കാർ ഓടിക്കാൻ പോകണമെന്ന് പഠിക്കുന്നത് എപ്പോഴും നമ്മൾ നിവർന്നാണ്ടിരിക്കുന്നു, ഇങ്ങനെ ചാരി കിടക്കാതെ. അപ്പോൾ ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രൽ ഗിയർ കിടക്കുകയാണ്. ഒരു പ്രാവശ്യം മുമ്പിലോട്ടാക്കി, ഒരു ഗിയർ മുമ്പിലോട്ട് പുറകിലോട്ട്, തേർഡ് ന്യൂട്രൽ, ഫോർത്ത് ന്യൂട്രലായി. ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ഇഗ്നീഷൻ സ്വിച്ച്, കാല് ആക്സിഡൻറ്റ് പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടായ ഉടൻ ക്ലച്ച് ചവിട്ടി ഇടത്തോട്ട് തള്ളി ഫസ്റ്റ് ഗിയർ ഇട്ടോണ്ട് ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തു. ക്ലച്ചിനെ പകുതി വരെ എടുത്തു, ആക്സിലേറ്റർ സ്റ്റേബിളാക്കി, ഒരു പോയിന്റ് എടുക്കുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു, ക്ലച്ചിനെ ചവിട്ടുന്നു. ഇതാണ്. ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ. ഇവിടെ സംഭവിക്കുന്ന മെയിൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഈ വണ്ടിയെ മൂവ് ചെയ്യുമ്പം ഏത് ചവിട്ടില്ല, ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടില്ല, അല്ലെങ്കിൽ ക്ലച്ച് എടുക്കുന്നത് കൂടിപ്പോകും. അപ്പം വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന ആൾക്കാർ തല ബാക്കിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലച്ചിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ശകലം ചവിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്തായി. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് ഉയരുന്നതനുസരിച്ച് നമ്മൾ എന്ത് കൊടുത്ത് സ്പീഡ് വരുത്തിക്കൊണ്ടിരിക്കണം? ആക്സിലേറ്റർ. എത്ര കിലോമീറ്റർ സ്പീഡ് വരെ? 15. അവിടെ എത്തുമ്പോൾ ഏത് ഗിയറിലോട്ട് മാറ്റണം? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ വണ്ടി മൂവ്